കാർഷിക ആവശ്യങ്ങൾക്കുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയ പുത്തികെ കൃഷിഭവന്റെ നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കർഷകർ. കിസാൻ സേന നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. കർഷക മക്കളെ തൊട്ട് കളിച്ചാൽ പുഴയിൽ നിന്ന് കാർഷിക ആവശ്യത്തിന് വെള്ളമെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയും കാർഷിക ആവശ്യത്തിനുള്ള സൗജന്യ വൈദ്യുതി നിർത്തലാക്കിയും മറ്റും കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടും നടപടിയുമായാണ് അടുത്ത കാലത്തായി പുത്തികെ കൃഷിഭവൻ മുന്നോട്ടു പോകുന്നതെന്നും ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് കിസാൻ സേന നേതൃത്വത്തിൽ കർഷകർക്കൊപ്പം ബഹുജനങ്ങളെയും അണിനിരത്തി പുത്തികെ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മോട്ടോർ ഉപയോഗിച്ച് പുഴയിൽ നിന്നും കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കാൻ പാടില്ലെന്നും കുഴൽക്കിണർ വെള്ളം കൃഷിക്ക് ഉപയോഗിച്ചാൽ സൗജന്യ വൈദ്യുതി ലഭിക്കില്ലെന്നുമുള്ള തീരുമാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം കരിനിയമമാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ലോകം മുഴുവനുള്ള ചെറുകിട കർഷകർ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ തന്നെ എല്ലാ ഇലക്ട്രിസിറ്റി ബോർഡുകളും കർഷകർക്കെതിരായിട്ടുള്ള വിവിധ നടപടികൾ എടുക്കുന്നു. സ്വകാര്യവൽക്കരണം നടക്കുന്ന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കർഷകരുടെ കണക്ഷനുകൾ ഓരോ ദിവസം ചെല്ലുന്നതോറും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇവിടെ തന്നെ വിചിത്രമായ ദേശീയ തലത്തിൽ ഞങ്ങളുടെ കർഷക സമരത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് അതേ സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ കീഴിൽ കർഷകരുടെ കണക്ഷനുകൾ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ കണക്ഷനുകൾ സൗജന്യ കണക്ഷനിൽ നിന്ന് അല്ലാത്തതിലേക്ക് മാറ്റുന്ന സമയത്ത് അവരെ അറിയിക്കാതിരിക്കുക. നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അവിടെ ഇട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമ്മുടെ പലിശ എത്രയുണ്ട് അത് നമ്മൾ അറിയിക്കണം. നമ്മളുടെ കുടിശ്ശിക എത്രയുണ്ട് അത് നമ്മളെ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ബാധ്യസ്ഥമായ ഒരു കൺസ്യൂമറെ അത് അറിയിക്കാതെ ഓരോരുത്തർക്കും ബില്ല് വന്നിരിക്കുന്നു. 1 ലക്ഷം രൂപയിലധികമുള്ള ബില്ല് വന്നിരിക്കുകയാണ്. നിരവധി ആളുകളുടെ പങ്കാളിത്തത്തോടെ കട്ടത്തറക്ക ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് തന്നെയായുള്ള കൃഷിഭവന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ബിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുല്ല കണ്ടത്തിൽ അധ്യക്ഷനായി. കിസാൻ സേന കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സുലൈഖ മാഹിൻ, നാസർ ചെർക്കളം, തോമസ് ഡിസോസ, സച്ചിൻ കുണ്ടാർ, ഷാജി കടമന്, ബാലസുബ്രഹ്മണ്യ ഭട്ട്, സുരേഷ് എടുക്കത്തൊട്ടി, പ്രസാദ് കക്കപ്പൊടി, കമറുദ്ദീൻ, സലീം പാലടുക്ക, കൃഷ്ണഭട്ട്, മുഹമ്മദ് കുഞ്ഞിഹാജി കണ്ടത്തിൽ, ബദറുദ്ദീൻ കണ്ടത്തിൽ, സുലൈമാൻ ഉജമ്പതവ്, ഷെറിൽ കയ്യങ്കോടൽ, സുബ്ബണ്ണ റൈകൂത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരുടെ വൈദ്യുതി കുടിശ്ശിക കൃഷിഭവൻ തന്നെ അടക്കുക, കുടിശ്ശികയടച്ച കർഷകർക്ക് പണം തിരികെ നൽകുക, ഒഴിവാക്കിയ കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പുഴയിൽ നിന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് കൃഷിക്ക് വെള്ളമെടുക്കാൻ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.